വന്ന ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട സർവേകളുടെയും എക്സിറ്റ് പോൾ സർവേ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാനുള്ളത് ആക്സിസ് ബൈ ഇന്ത്യയുടെ അടക്കം അല്ലെങ്കിൽ ചാണക്യയുടെ അടക്കം ബംഗാളിലെ ഒന്നും റിസൾട്ട് ഒഴിച്ചു നിർത്തി ബാക്കിയെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ബംഗാളിൽ അട്ടിമറി, ബംഗാളിൽ ഒട്ടുമിക്ക എല്ലാ സർവേകളും ഏതെങ്കിലും സർവേ ഒറ്റ സർവേ മാത്രമാണ് നേരിയ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിലേക്കെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം BJPക്ക് വലിയ ഭൂരിപക്ഷം അധികാരത്തിലേക്കെന്ന് എന്ന് ബംഗാൾ പറയുന്നു. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പിന്നെയും ശക്തനായി തന്നെ വാഴുന്നു. DMK അതിലും ഒറ്റ ഒരു സർവേ മാത്രം NDS ഒക്കെ അധികാരത്തിലേക്ക് പറയുന്നുണ്ട്. കേരളത്തിൽ ഇതുവരെ വന്ന ഒട്ടുമിക്ക എല്ലാ സർവേകളിലും LDF ഏതെങ്കിലും സർവേ ഒരു മുൻതൂക്കം പ്രവചിക്കുന്നില്ലെന്ന് മാത്രമല്ല ആക്സിസ് ഇന്ത്യ UDF കൊടുക്കുന്ന അപ്പർ ലിമിറ്റ് 90 ആണ്, 79 to 90 എന്ന് പറയുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ സർവേകളിലും UDF കേവലം ഭൂരിപക്ഷത്തിലേക്ക് എന്നതിന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിനിടയിൽ വരുന്ന ഏറ്റവും രസകരമായ ആക്സിസ് ഇന്ത്യയുടെ ആരാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാവും നിങ്ങൾക്ക് ആഗ്രഹമെന്ന ചോദ്യത്തിന് MK സ്റ്റാലിൻ 35%, 30% ആളുകൾ, ആക്ടർ വിജയ്ക്ക് 37% ആളുകൾ കേട്ടോ. അതുപോലാണോ കേരളത്തിൽ അത് മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം മുഖ്യമന്ത്രിയാണ് പൊതുവെ. പക്ഷേ ആ മണ്ഡലങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആവണമെന്ന് പിണറായി വിജയനാണ്. അതേ ചോദ്യമാണല്ലോ ഇത്. പക്ഷേ അല്ല, പൊതുവെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പല്ലോ, ജനങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ജയിക്കുന്നവരാണല്ലോ. ആര് മുഖ്യമന്ത്രി ആവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന ചോദ്യത്തിനാണ് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നതെങ്കിൽ അവിടെ വരുന്നത് 30% വിജയാണ്. വിജയ്, ഞാൻ പറഞ്ഞത് വിജയ്ക്ക് സ്വാധീനം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ചോദ്യത്തിനല്ല ഇപ്പോഴും ആ നേതാവിന്റെ ജനകീയത മാത്രമായിരിക്കണം പരിഗണിക്കപ്പെടുന്നത്, അല്ലാതെ അതിനപ്പുറം ആ പാർട്ടി എത്ര സീറ്റ് നേടും എന്നുള്ളതിലേക്ക് കാര്യമുണ്ട്. ആഷ്മി, 10 വർഷം കേരളം ഭരിച്ച ശേഷവും പിണറായിയുടെ പേര് പറയുന്നു എന്നുള്ളതിടത്താണ് അവന്റെ ഒരു വർഷം ഭരിച്ച ശേഷം മുഖ്യമന്ത്രി. മാത്രമല്ല അവിടെ വിജയ് രാഷ്ട്രീയം അറിയാത്ത ആളാണ്, രാഷ്ട്രീയത്തിൽ എവിടെയും കൊള്ളാത്ത ആളാണെന്ന് സ്റ്റാലിൻ പറഞ്ഞുകൊണ്ടിരുന്ന വിജയ് 37% ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിജയ് രാഷ്ട്രീയ സ്വാധീനമായി എന്നുകൂടി അർത്ഥമുണ്ട്. കേവലം സിനിമ അപ്പുറം പറഞ്ഞതുപോലെ 10 വർഷം ഭരിച്ചിട്ടും അതേ ആളുടെ പേര് പറയുന്നു എന്നുള്ളതുണ്ട്. 10 വർഷം ഭരിച്ച സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം എന്നൊരു ആംഗിളിലേക്ക് പോകാൻ ഈ സർവേകൾ അതിന്റെ ഒരു സൂചനകൾ നൽകുന്നില്ല എന്നത് കൂടിയുണ്ട്. എക്സിറ്റ് പോളുകൾ നൽകുന്നില്ല എന്നത് കൂടിയുണ്ട്. പക്ഷേ എന്തായാലും UDFന് ഒരു മെജോറിറ്റി എല്ലായ്പ്പോഴും എല്ലാ സർവേകളും എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കപ്പെടുന്നുണ്ട്, അത് ഉറപ്പുമാണ്. മാത്രമല്ല ഈ മധ്യ കേരളത്തിലെ കണക്കൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിവിടെ കാറ്റഗറി തിരിച്ച് പല കണക്കുകൾ പറഞ്ഞില്ല. അതിൽ എല്ലാ മേഖലകളിലും UDFന്റെ എഡ്ജ് ഉണ്ട് എന്നതുകൂടിയുണ്ട്. അതിന്റെ ആധികാരികത എത്രയുണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ പോലും അതിപ്പോൾ ഈ ജാതി മത ഘടകങ്ങൾ പരിഗണിച്ചായിക്കോട്ടെ, ജെൻഡർ പരിഗണിച്ചായിക്കോട്ടെ, ഏജ് പരിഗണിച്ചായിക്കോട്ടെ, അങ്ങനെ എല്ലാ മേഖലകളിലും UDFന് എഡ്ജ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല. അവർക്ക് ഈ കാലയളവ് കൊണ്ട് അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശന്റെ അടക്കം ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ UDFിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ VD സതീശൻ എന്ന നേതാവിന്റെ അദ്ദേഹത്തിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന വാല്യൂ കൂടി അവിടെ കൂടാൻ പോകുന്നു എന്നത് കൂടിയുണ്ട്. ഒറ്റ കാര്യം, ഈ ഭരണവിരുദ്ധ വികാരത്തെ നമ്മൾ അളക്കേണ്ടതിന്റെ മാനദണ്ഡം എന്താണ് എന്നാണ്. അതായത് ഒന്നാമത്തെ കാര്യം, ഇപ്പൊ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കിട്ടിയത് ഒറ്റ സീറ്റാണ്. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മഹാഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയത്, ഒരു സീറ്റ് ഒഴികെ. പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ട്. പക്ഷേ ഇതൊക്കെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ലക്ഷണങ്ങളായിട്ടാണ് അന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് രാഷ്ട്രീയമായി. അതിന്റെ ഒരു തുടർച്ചയായിരിക്കാം ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഭരണവിരുദ്ധ വികാരമായി വ്യാഖ്യാനിച്ചാൽ അതിനെ സീറ്റ് ട്രാൻസ്ഫർ നടത്തുമ്പോൾ 84 സീറ്റുകളായിരുന്നു UDFന്. ഏതാണ്ട് അതേ കണക്കിന് ഇവിടെ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ 80+ സീറ്റ് UDFന് വരികയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ എല്ലാ തരംഗവും, ഭരണമാറ്റ തരംഗവും ഭരണവിരുദ്ധ തരംഗവും ഒക്കെ ഉണ്ട് എന്ന് തന്നെ പറയാം. കാര്യം ഈ പറഞ്ഞ മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഒരു 100+ സീറ്റിലേക്ക് ഒരു മുന്നണി കാര്യമായിട്ട് പോകാറില്ല. ഇതില് എനിക്ക് തോന്നുന്നു മലബാറിന്റെ വോട്ടറിന്റെ ആ പ്രവചനത്തിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു. 2021 LDFന് 27 സീറ്റാണ് മലബാർ മേഖലയിൽ നിന്ന് ലഭിച്ചത്, UDFന് 21 സീറ്റും. LDFന് മേധാവിത്വം മേൽക്കൈ ലഭിച്ച തെരഞ്ഞെടുപ്പായിരുന്നു 2021. ഇപ്പോൾ പ്രവചിക്കുന്നത് LDFന് 11 മുതൽ 15 സീറ്റുകൾ വരെ മാത്രമാണ് വോട്ടർ പ്രവചിക്കുന്നത്. UDFനാകട്ടെ കഴിഞ്ഞ തവണ 21 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ പ്രവചിക്കുന്നത് 33 മുതൽ 37 സീറ്റുകൾ വരെയാണ്. അതായത് LDFന് 12 മുതൽ 17 സീറ്റുകൾ വരെ മലബാർ മേഖലയിൽ വടക്കൻ കേരളത്തിൽ നഷ്ടപ്പെടും എന്നാണ് വോട്ടർ എന്ന ഏജൻസി അതിന്റെ എക്സിറ്റ് പോളിൽ. ഈ എക്സിറ്റ് പോൾ അങ്ങനെ ഒരു സൂചനയാണെങ്കിൽ എല്ലാ മേഖലകളിലും UDFന് മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്, എല്ലായിടത്തും LDFന് വോട്ട് ചോർച്ച ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് എന്നുള്ള വിശദമായ പരിശോധനയിലേക്ക് അവർ കടക്കേണ്ടതുണ്ട്. സർക്കാരിനെതിരെയുള്ള വിരുദ്ധ വികാരം അല്ല എന്നുള്ളത് ചില കാറ്റഗറികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ അതിനപ്പുറം ചില നിലപാടുകളിലെ പ്രശ്നമാണ് എന്നതിലേക്ക് തന്നെ. എന്തായാലും നേരത്തെ നമ്മൾ ആക്സിസ് ഇന്ത്യയുടെ കണക്കിൽ നമ്മൾ ചോദിച്ചിരുന്നല്ലോ എങ്ങനെയാണ് മൈന്യൂട്ടായി. പക്ഷേ NDTVയുടെയും സമാനമായ ഡേറ്റ ഫൈ അവരുടെ ഒന്നുകൂടി ഈ പറഞ്ഞ ഏജ് വൈസ് വോട്ട് ഷെയർ വരുന്നത് ഇങ്ങനെയാണ്.
അതായത് ആദ്യ വോട്ടർമാർ, ഫസ്റ്റ് ടൈം വോട്ടർമാർ 18-19 വയസ്സുള്ള വോട്ടർമാർ UDF-ന് 13% വർധനമാണ്. 51% വോട്ടർമാർ വോട്ട് ചെയ്ത് UDF-നാണ്. 20 മുതൽ 29 വയസ്സുള്ള വോട്ടർമാരിൽ UDF 20% വർധനമാണ്, 54% പേർ. LDF-നാവട്ടെ ആദ്യഘട്ട വോട്ടർമാരിൽ 12% ഡിപ്പ്, 20-29 18% ഡിപ്പാണ് ഉള്ളത്. NDAക്ക് കാര്യമായ ഉയർച്ചയോ താഴ്ചയോ ഇല്ല, അത് 10% 12% എന്ന മട്ടിൽ തന്നെ നിൽക്കുകയുമാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ അസ്ത പറയുന്ന പോലെ ഒട്ടുമിക്ക എല്ലാ സെഗ്മെന്റിലും, അതിപ്പോ അൺഎംപ്ലോയ്മെന്റ് ഉള്ള ആൾക്കാരുടെ കാര്യത്തിലടക്കം, ഈ പറഞ്ഞ ബാക്കി എല്ലാ ആൾക്കാരുടെ കാര്യത്തിലടക്കം UDF-ന് വോട്ട് കിട്ടുന്നുണ്ട്. എല്ലാ കമ്മ്യൂണിറ്റി വൈസ് UDF-ന് വോട്ട് കിട്ടുന്നുണ്ട്. ഈ പറയുന്ന ജെൻഡർ വൈസ് ഫസ്റ്റ് ഡേ വോട്ടർമാരുടെ ഘട്ടത്തിലൊക്കെ പല ആക്സിസ് മൈൻഡിയുടെയും NDAയുടെയും ഒക്കെ പല മാനദണ്ഡങ്ങളിൽ അവർക്ക് വോട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആധികാരികമായി എന്ന് പറഞ്ഞാൽ ആധികാരികമായി ഏതെങ്കിലും സെഗ്മെന്റിൽ മാത്രമല്ല ആധികാരികമായി UDF അധികാരത്തിലേക്ക് എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം വികസനങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ യുവ വോട്ടർമാരെ ആകർഷിക്കണമെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞ് ആകർഷിക്കേണ്ട അവരാണ്. അതല്ലാതെയുള്ള ഈ പെറ്റി പൊളിറ്റിക്സോ ഈ ജാതി രാഷ്ട്രീയം മതരാഷ്ട്രീയം ഒന്നും യുവ വോട്ടർമാരെ ആകർഷിക്കേണ്ടതില്ല. യുവ വോട്ടർമാരെ UDF ആകർഷിക്കുന്നുണ്ടെങ്കിൽ LDF ആകർഷിക്കുന്നില്ലെങ്കിൽ എന്താണ് അവരുടെ ഉണ്ടായിപ്പോയ ആ പ്രൊപ്പഗണ്ട പ്രചരണ സ്ട്രാറ്റജി എവിടെയാണ് പാളിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ഈ കണക്ക് ഇതുപോലൊക്കെ ആണെന്നുണ്ടെങ്കിൽ LDF ചർച്ച ചെയ്യേണ്ടി വരുമെന്ന് ഹാഷ്മി. നമുക്ക് JVC ടൈംസ് നൗ അവരുടെ എക്സിറ്റ് പോളിന്റെ ഫലമൊന്ന് നോക്കാം. കേരളത്തിന്റെ നമുക്ക് ഈ മേഖല തിരിച്ച് തന്നെ നോക്കാം. തെക്കൻ കേരളത്തിൽ 53 സീറ്റുകളാണ്. അതിൽ JVC ടൈംസ് നൗ പ്രവചനം ഇങ്ങനെയാണ്: LDF-ന് 24 മുതൽ 31 സീറ്റുകൾ വരെ ലഭിക്കും. UDF-ന് 19 മുതൽ 26 സീറ്റുകൾ വരെ ലഭിക്കും. NDAക്ക് 2 മുതൽ 3 സീറ്റുകൾ വരെ ലഭിക്കുന്നതിനുള്ള സാധ്യതയാണ് തെക്കൻ കേരളത്തിൽ. അതായത് നേരത്തെ NDTV ആ പ്രവചനം പോലെ തന്നെ വളരെ ക്ലോസ് കോൺടെസ്റ്റ് എന്ന് പറയാം. LDF-ന് വളരെ മേധാവിത്വം ഉണ്ടായിരുന്ന തെക്കൻ കേരളത്തിൽ JVC ടൈംസ് നൗവും പ്രവചിക്കുന്നത് തെക്കൻ കേരളത്തിൽ UDF-ന് LDF-ന് ഒരു നേരിയ മേൽക്കൈ ഉണ്ടെങ്കിലും UDF ഒപ്പം തന്നെ ഉണ്ട്, ഒപ്പത്തിനൊപ്പം എന്ന നിലയിലേക്കാണ് തെക്കൻ കേരളത്തിലെ കാര്യങ്ങൾ പ്രവചിക്കുന്നത്. മധ്യ കേരളത്തിൽ 55 സീറ്റുകളാണ്. അതിൽ LDF-ന് 17 സീറ്റ് മാത്രമാണ് JVC-യുടെ പ്രവചനം. UDF-ന് 35 മുതൽ 37 സീറ്റുകൾ വരെ ലഭിക്കും. അതായത് വലിയ വർധനവ്. നേരത്തെ NDTV-യുടെ ആ പോൾ ഓഫ് പോൾസ് പറഞ്ഞതുപോലെയല്ല, അവിടെ മധ്യ കേരളത്തിൽ UDF-ന് 35 മുതൽ 37 സീറ്റുകൾ വരെ ലഭിക്കും. NDAക്ക് 1 സീറ്റ് മുതൽ 3 സീറ്റുകൾ വരെ ലഭിക്കാനുള്ള സാധ്യതയാണ് സെൻട്രൽ കേരളത്തെ സംബന്ധിച്ച്. അന്ന് പ്രതിപക്ഷ പറഞ്ഞ ഈ 5 ജില്ലകളിൽ പ്രതിപക്ഷ പ്രധാനമായി എടുത്തു പറഞ്ഞ 5 ജില്ലകളാണ്. 5 ജില്ലകളുള്ളത് ഈ മധ്യ കേരളത്തിലാണ്. മധ്യ കേരളത്തിൽ ഞങ്ങൾ തൂത്തുവാരും എന്നാണ് പറഞ്ഞത്. പിന്നെ ബാക്കി അഡീഷണൽ മലബാറൊക്കെ അഡീഷണലാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കണക്കുകൾ അതുപോലെ ഉത്തര കേരളത്തിലേക്ക് പോയാൽ 32 സീറ്റുകളാണുള്ളത്. അതിൽ LDF-ന് 11 മുതൽ 13 സീറ്റ് വരെയാണ് JVC പ്രവചിക്കുന്നത്. UDF-ന് 18 മുതൽ 21 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു. NDAക്ക് 0 മുതൽ 1 സീറ്റ് വരെയാണ് ഈ JVC പ്രവചിക്കുന്നത്. ഇതാണ് കേരളത്തെ സംബന്ധിച്ച് വിവിധ മേഖലകളായി തിരിച്ച. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.